നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ലിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, എമർജൻസി കോൺട്രാസെപ്റ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ എമർജൻസി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യ സമയങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് മാത്രമാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ല് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ പല പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുടെ റീസൺ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ മെസ്സേജ് അയച്ചതാണ്. ഇപ്പം അങ്ങനെ ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് നടന്നു. അപ്പം നമുക്കിപ്പോൾ ബേബി പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 1 വീക്കായിട്ട് ആ ഗുളിക എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് എത്ര നാൾ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ 1 വീക്കൊന്നും ആ ഗുളിക കഴിക്കാൻ പാടില്ല. ശരിക്കും നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് മെഡിസിൻ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സിന് ശേഷം 72 hours മുൻപായിട്ട് എത്ര പെട്ടെന്ന് നമുക്ക് എടുക്കാവോ അത്രയും പെട്ടെന്ന് സമയം വേസ്റ്റ് ആക്കാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എഫക്റ്റീവ് ആയിരിക്കും, ഫെയിലിയർ റേറ്റ് കുറവായിരിക്കും. അപ്പം നമുക്കറിയാം, ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലും മാത്രമല്ല, ഈ ഒരു ജനറേഷനിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളുടെ ഇടയ്ക്ക് വരെ ഇതുപോലെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് എല്ലാം നടക്കുന്ന ഒരു സമയമാണ്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് കണ്ടു, 9ാം ക്ലാസ്സുകാരി പ്രഗ്നൻ്റ് ആയി കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അടുത്തുനിന്നാണ്. അപ്പം ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവും, ഇവർക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഒരു മെഡിസിൻ വാങ്ങിച്ചു കഴിച്ചുകൂടാ. കാരണം നമുക്കറിയാം, അങ്ങനെ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി അത് ഈ ഒരു ഇത്രയും യങ് ആയിട്ടുള്ള ഒരു ഏജിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഉണ്ടായേക്കാവുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടും പിന്നെ ബാക്കിയുള്ള സോഷ്യൽ കാര്യങ്ങളൊക്കെ വേറെ, അത് കൂടാതെ ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ അവരെടുത്തിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് അൺഅവെയർ ആണ്. ഇത് ശരിക്കും ഒരു ഓവർ ദി കൗണ്ടർ മെഡിസിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാർമസിയിൽ ചോദിച്ച് നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഇത്. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 72 hours നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ഗുളിക കൂടി എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം നമ്മൾ ഇൻ കേസ് നമ്മൾ ഗുളിക കഴിച്ചു 2 hours മുൻപായിട്ട് നമ്മൾ ഗുളിക എന്തെങ്കിലും കാരണവശാൽ വോമിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു 2nd ഡോസ് ഓഫ് മെഡിസിനും കൂടി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത വട്ടം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ സെക്കൻഡ് ഒരു മെഡിസിൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് കഴിക്കാൻ പാടില്ല. കാരണം ഇതൊരു റെഗുലർ മെഡിസിൻ അല്ല, നിറയെ ഹോർമോൺസ് ഉള്ള ഹോർമോണൽ ടാബ്ലറ്റ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് പ്രോബ്ലംസ് വരാം, സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ടാവും. ബ്ലീഡിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്, പിന്നെ വോമിറ്റിങ്, തലകറക്കം, അങ്ങനെ പല സൈഡ് എഫക്ട്സും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ടാബ്ലറ്റ് റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കാൻ പാടില്ല. ഇത് 3 തരത്തിലാണ് നമ്മുടെ പ്രഗ്നൻസിനെ തടയുന്നത്. അതായത് ഓവുലേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവുലേഷനെ ഇത് തടഞ്ഞു നിർത്തുന്നു. ഇൻ കേസ് ഓവുലേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ഓവവും സ്പേമും കൂടി ചേർന്നിട്ടുള്ള ഫെർട്ടിലൈസേഷനെ ഇത് തടയുന്നു. അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു രീതിയിലും കൂടി തടയുന്നത് നമ്മുടെ സെർവൈക്കൽ മ്യൂക്കസിനെ, അതായത് സെർവൈക്കൽ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു നനവിനെ തിക്കനാക്കിയിട്ട് നമുക്ക് സ്പേമിന് അകത്തേക്ക് കടക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ഈ ഒരു മെഡിസിൻ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കുറേ മെഡിസിൻ അല്ലെങ്കിൽ റെഗുലറായിട്ട് തോന്നുമ്പോൾ കഴിക്കാൻ പാടില്ല. ഈ ഒരു ടാബ്ലറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നമുക്കൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി ആഗ്രഹിക്കുന്നില്ലാത്തിടത്തോളം നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ നമുക്കൊരു ലൈഫ് സേവറും കൂടിയാണ് ഈ ഒരു മെഡിസിൻ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.